എല്ലാവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് സ്വീറ്റ്ന അല്ലെങ്കിൽ സ്വീറ്റ് പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 പേസ്ട്രി ഷീറ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഷീറ്റ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റോൾ റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് ടോപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറിയിട്ടുണ്ട്. ഇത് ഈ പേസ്ട്രി ഷീറ്റ് ഗ്ലാസ് ടേബിളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വിതറുന്നത്. എന്നിട്ട് ഈ പേസ്ട്രി ഷീറ്റിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ പുരട്ടുക. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ചേർന്നിരിക്കാൻ വേണ്ടിയാണ് ബട്ടർ നമ്മൾ പുരട്ടി കൊടുക്കുന്നത്. ഇത് കുറച്ച് നന്നായിട്ട് തന്നെ പുരട്ടുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടെ കൂടുതലായിരിക്കും. ഇത് പുരട്ടിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ആദ്യം വൈറ്റ് ഷുഗറും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ വിതറുക. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ആഡ് ചെയ്യുക. നാട്ടിലൊക്കെ ആണെങ്കിൽ പല കളറിൽ ഇത് അവൈലബിൾ ആണ്. എനിക്കിവിടെ 2 കളറിലേ കിട്ടുന്നുള്ളൂ, മഞ്ഞയും ചുമലയും. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ചേർക്കുന്നത്. കുറേ കളറിൽ ഇത് ചേർക്കുമ്പോൾ സ്വീറ്റ്ന ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇത് കുറച്ച് കാണാനും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കളറിനനുസരിച്ച് നമുക്ക് ഓരോ കളർ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇനി നമുക്കിത് റോളാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ ഇതിങ്ങനെ എടുത്ത് ഒന്ന് ചുരുട്ടി കൊണ്ടുവരിക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പൊട്ടിയൊന്നും പോകത്തില്ല. കുറച്ച് തിക്കായിട്ടുള്ള പേസ്ട്രി ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഷീറ്റ് നമുക്ക് റോളാക്കി എടുക്കാം. അപ്പോൾ എല്ലാം നമ്മളിവിടെ റോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തതെല്ലാം നമുക്കിനി ഒന്ന് പരത്തിയെടുക്കാം. ജസ്റ്റ് ഇത് നേരെ വെച്ചിട്ട് കൈ വെച്ചൊന്ന് ജസ്റ്റ് അമർത്തിയാൽ ഇത് ആ ഷേപ്പിൽ ആവുന്നതാണ്. അങ്ങനെയെല്ലാം നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് മുട്ട അടിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടെ നിറം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിന് ഓരോന്നിൻ്റെ മുകളിലേക്ക് മുട്ട നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഓവൻ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തേച്ച് വരുമ്പോഴേക്കും അത് റെഡിയാകും. അപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് വെച്ച് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക, ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ വെച്ചാൽ ഇത് റെഡിയാവും. അപ്പോൾ ഇപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ 20 മിനിറ്റിൽ നന്നായിട്ട് പൊങ്ങി ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊരു കമൻറ്റും കൂടി ഇടണേ. അപ്പോൾ മറ്റു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.